ഞാനൊരു കിഡിലും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണം. അതായത് Audi A6 എയർമാറ്റിക് സസ്പെൻഷൻ കമ്പനിയിൽ വരുന്നത്. അതും റീസെൻ്റായിട്ട് ഓൾമോസ്റ്റ് 2.5 ലക്ഷം രൂപ കൊടുത്ത് വണ്ടി ഫുള്ള് പണി കഴിച്ചിട്ടുണ്ട്. എയർമാറ്റിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പക്കയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,19,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. അതും പക്ക കമ്പനി സർവീസിലാണ് വണ്ടി കൃത്യമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേജറായിട്ടുള്ള ആക്സിഡൻസ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്രണ്ട് ടയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡ് ന്യൂ ടയറാണ് ഫ്രണ്ടിൽ എടുക്കണേ. ബാക്കിലാണ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാറായിട്ടുള്ളത്. ഫ്രണ്ട് ടയറൊക്കെ വളരെ പക്കയാണ്. ഇനി സൈഡ് ബോഡിയിൽ വരാണെന്നുണ്ടെങ്കിലും അത്രയും പക്കയാണ് വണ്ടിയുടെ നിൽക്കുന്നത്. ഇനി A6 പറ്റിയിട്ട് ഞാൻ കൂടുതൽ വർണ്ണിക്കണ്ടല്ലോ, കാരണം ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. കാരണം അതാണെങ്കിൽ ഒരു ഇലക്ട്രിക് കാർ നമ്മൾ ഇങ്ങനെ ഓടിക്കുക ആ രീതിയിൽ നമുക്കിത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. കാരണം എഞ്ചിൻ സൗണ്ടൊന്നും ഉള്ളിലേക്ക് ഒരു തരി കേൾക്കാനില്ല. സ്റ്റിയറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ EV-കളൊക്കെ അൾട്രാ പ്രീമിയം EV-കൾ ഓടിക്കുന്ന അത്രയും കണ്ടീഷനിൽ ഈ വണ്ടി 2015 ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ 2014 മാനുഫാക്ചറിങ്ങും 2015 രജിസ്ട്രേഷൻ വരുന്ന ഒരു കിഡിലൻ കാറാണ് ഈ Audi A6. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഭയങ്കര എന്താ പറയുക, ഹൈവേയിലൊക്കെ ഉള്ള ക്രൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും ക്ലീൻ പീസ് വണ്ടിയാണ്. സോ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് ഒന്ന് നോക്കാം. ഇൻറ്റീരിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്രയും മിറർ ഫോൾഡിങ്ങും കാര്യങ്ങളും, അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ, അതിൻ്റെ ആ ഒരു സെൻട്രൽ ഡാഷ്ബോർഡ് തന്നെ ഏതാണ്ട് ഒരു മാതിരി പോഷയുടെ ലുക്കിലുള്ളതാണ് വരുന്നത്. പിന്നെ ആ ഒരു വൺ ടച്ച് ആയിട്ടുള്ള പാർക്കിംഗ് സിസ്റ്റം, പിന്നെ ഇതിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഡിക്ക് ഓപ്പൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെർസിഡസിൻ്റെ പോലെ ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ മിറർ കൺട്രോൾ, പവർ വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം വളരെ പക്കയാണ്. ഇനി ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 ഡോറിലും നമുക്ക് ആ ഒരു കീ കയ്യിലുണ്ടെങ്കിലുള്ള ലോക്ക് അൺലോക്ക് ബട്ടൺ ആ ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ റിയർ AC ഉണ്ട്. ആ AC-യുടെ കുറയ്ക്കൽ കൂട്ടൽ അതിൻ്റേതായിട്ടുള്ള കൺട്രോളിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. സീറ്റും എല്ലാം വളരെ പക്കയാണ്. അപ്പോൾ A6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു അൾട്രാ പ്രീമിയം വണ്ടി തന്നെയാണ്. ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ നല്ല സൈലൻസറിൻ്റെ ഒരു കിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RS6 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ ഫ്രണ്ട് കിറ്റ് അപ്ഗ്രഡേഷനും പിന്നെ കൃത്യമായിട്ടുള്ള ഹെഡ് ലൈറ്റും ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഭയങ്കര സ്റ്റൈലിഷ് സ്പോർട്ടി ലുക്കുള്ള ഹെഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ സൈഡ് ബോർഡിലേക്ക് വരാണെന്നുണ്ടെങ്കിലും വണ്ടി അത്രയും പക്കയാണ്. അതിൻ്റെ ലോക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ഞാൻ നേരത്തെ നിങ്ങൾക്കൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും നടന്നു വരാൻ തന്നെ ഒരു സമയം എടുക്കും, കാരണം അത്രയും വണ്ടി ലെങ്ത്തും കാര്യങ്ങളൊക്കെ അത്രയും വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇതാണ് RS കിറ്റിൻ്റെ ഈ ഒരു ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബമ്പർ ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ് ലൈറ്റിൻ്റെ ഒരു ഭംഗിയും കണ്ടില്ലേ. അപ്പോൾ ഇത് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള രീതിയിലാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ളവരായിരിക്കും മേ ബി ഇതിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ചോദിക്കണത്, അതായത് ഓൾമോസ്റ്റ് 2015 രജിസ്ട്രേഷനിൽ വരുന്ന Audi A6 കിട്ടണമെങ്കിൽ 15 ലക്ഷം രൂപയുടെ താഴെ മാർക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്. പക്ഷേ ഇതിന് അവർ ചോദിക്കുന്നത് വെറും 10,50,000 രൂപയാണ്. സോ ഇത്രയും ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത് അധികം നെഗോഷ്യബിൾ അല്ലാന്നും കൂടെ മനസ്സിലാക്കുക. കാരണം എന്താണെങ്കിൽ നമ്മൾ ഈ പ്രീമിയം കാറാകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിത് സ്ഥലം ചവിട്ടി മേടിക്കാം നോക്കാം. അങ്ങനെയല്ല, അധികം റേറ്റ് ഒരിക്കലും കുറയില്ല. വണ്ടിയുടെ ക്വാളിറ്റി അതുപോലെയാണ്. അത്രയും ഞാൻ പറഞ്ഞില്ലേ, ഓണർഷിപ്പ് ആകെ 2 കമ്പനി സർവീസ് ഉണ്ട്. അതിൻ്റെ ആ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാം പക്ക വർക്കിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. വണ്ടി തൃശ്ശൂർ ടൗണിലാണ് നിങ്ങൾ വരേണ്ടത്. സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.